ആ പെണ്ണുമായിട്ടുള്ളൊരു ബന്ധം ഉണ്ടായിരുന്നു. യവൻ പ്രതികരിച്ച് കാണാൻ സാധ്യതയുണ്ട് ഈ മരിച്ച കുട്ടി. എൻ്റെ സഹോദരനെ ഭീഷണിപ്പെടുത്താറുണ്ട്. സ്ത്രീക്കും വെട്ടയിട്ടുണ്ട്. ഇവരടിക്കുകയും വെട്ടുകയും ചെയ്യുന്ന രംഗമാണ് അവർ കണ്ടത്. ആ പണിക്കാരും ഒക്കെ പോയതിന് ശേഷമാണ് ഈ ഇൻസിഡന്റ് നടക്കുന്നത്. ഭർത്താവ് ഷാനിയുടെ ക്ഷമ നശിച്ചു. തന്നെ തന്റെ ഭാര്യ ഉഷ പൂർണ്ണമായി ഒഴിവാക്കിയിരുന്നു. മാസങ്ങളായി രണ്ടുപേരും അകന്നു കഴിയുകയാണ്. പക്ഷേ ഭർത്താവായ ഷാനി ഒരിക്കൽ ആ സത്യം കണ്ടുപിടി. തന്റെ ഭാര്യ ഇപ്പോൾ കഴിയുന്നത് 2 ആണുങ്ങളോടൊപ്പമാണ്. അയാൾ പിന്നെ ഒന്നും ആലോചിച്ചില്ല. നേരെ ഉഷയുടെ വീട്ടിൽ ആദ്യത്തെ ആളിനെ വെട്ടി വീഴ്ത്തി. ഉഷയെ മൃതപ്രായമാക്കി. ഇനി ആരാണ് ഉഷയുടെ കൂടെ താമസിച്ചെന്ന് അറിഞ്ഞാൽ കേൾക്കുന്നവർ ഷാനിയെ തല്ലിക്കൊല്ലും. മറ്റാരുമല്ല, ഉഷയുടെ പാവങ്ങളായ 2 സഹോദരങ്ങൾ. മേഡം ഈ വാർഡിലെ മെമ്പറല്ലേ? അതെ. മേഡം പറയൂ, ഇവിടെ എന്താ സംഭവിച്ചെന്ന്. ഇന്നലെ ഒരു 5:15 മണിയൊക്കെ ആയപ്പോൾ ഈ ഉഷയെന്ന് പറയുന്ന ഭർത്താവാണ് ഷാനി. അവരും എൻ്റെ 2 കൂട്ടുകാരും കൂടെ വണ്ടിയിൽ വരികയും വീട്ടിൽ വന്ന് അവരുടെ ഈ മരണപ്പെട്ട സന്തോഷ് സുനിൽ ദത്ത് എന്ന് പറയുന്ന അദ്ദേഹം TV കണ്ടുകൊണ്ടിരിക്കുകയും ചെയ്തു. അടി അങ്ങനെയാണ് വെട്ടും അടിയൊക്കെ ആയത്. അപ്പോൾ എൻ്റെ പെങ്ങൾ ഉഷയെന്ന് പറയുന്നത് കോഴിക്കോട് നിൽക്കുകയായിരുന്നു. സൗണ്ട് കേട്ടുകൊണ്ട് വരുമ്പോൾ സഹോദരൻ തറയിൽ വീണ് കിടക്കുന്നു. ഇവരടിക്കുകയും വെട്ടുകയും ചെയ്യുന്ന രംഗമാണ് അവർ കണ്ടത്. 2 പേരെ ഉണ്ടായിരുന്നുള്ളൂ. ഒരാൾ റോഡിൽ വണ്ടിയിലിരിക്കുകയായിരുന്നു. അവരെന്നിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് തന്നെ വെച്ചിരുന്നു. ഈ സംഭവം കഴിഞ്ഞ് ചീത്തയും വിളിച്ചിട്ട് അവർ തിരിച്ചു പോവുകയും ചെയ്തു. അവരൊരു 7 മാസം കൊണ്ട് ഭാര്യയും ഭർത്താവും ഇടയ്ക്കിടയ്ക്ക് പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഒരു 7 മാസം കൊണ്ട് 2 പേരും ഒരു സഹകരണമില്ലാതെ ഒരു ഫാമിലി പ്രശ്നമായിട്ട് നിൽക്കുകയായിരുന്നു. ഇവർ ഭാര്യയും ഭർത്താവും കൂടെയുള്ള ഇഷ്യൂസാണ്. അത് സാധാരണ എല്ലാ വീടുകളിലുള്ള പോലെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒരു 7 മാസം കൊണ്ട് ഒരു പൂർണ്ണമായും അവരുടെ അമ്മ മരിച്ചിട്ട് ഒരു 7 മാസത്തിൽ കൂടുതലായി. അപ്പോൾ അമ്മ മരിച്ചപ്പോഴൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ. പിന്നെ അത് കഴിഞ്ഞു ഒരു 7 മാസം കൊണ്ട് പൂർണ്ണമായും അകന്ന് നിൽക്കുകയായിരുന്നു. കൂടെ ആരോ 2 പേര് വന്നു. ഒരാൾ കൂടെ ഇതിനകത്ത് വന്നുള്ളൂ. ഷാനിയുടെ കൂടെ ഒരാളുണ്ടായിരുന്നു, മനു എന്നൊക്കെ പറയുന്നത് എനിക്ക് അറിയത്തില്ല. പിന്നെ ഒരാൾ വണ്ടിയിലിരിക്കുകയായിരുന്നു, സ്കൂട്ടറിൽ. അത് സ്റ്റാർട്ട് ചെയ്ത് വെച്ചുകൊണ്ടിരുന്നു. അവരിവിടെ നിന്ന് അടിയൊക്കെ കഴിഞ്ഞു. പിന്നെ ചീത്തയും വിളിച്ചിട്ട് വണ്ടി കയറി അങ്ങ് പോവുകയാണ് ചെയ്തത്. ആറ്റുകാൽ പൊങ്കാലയൊക്കെ ആയതുകൊണ്ട് ഇവിടെയൊന്നും പരിസരത്തൊന്നും ആൾക്കാരില്ലാതെ ഒരു വിജനമായ ഒരു അന്തരീക്ഷമായിരുന്നു. അതുകൊണ്ട് ആൾക്കാരൊക്കെ വന്നെത്തപ്പെടാൻ ഇത്തിരി വൈകിയാണ്. തൊട്ടടുത്ത് അവിടെ പണിക്കാർ നിൽക്കുന്ന സ്ഥലമാണ്. പക്ഷെ ആ പണിക്കാരും ഒക്കെ പോയതിന് ശേഷമാണ് ഈ ഇൻസിഡന്റ് നടക്കുന്നത്. ചേട്ടാ അടുത്ത താമസിക്കുകയാണല്ലോ? തൊട്ടടുത്ത വീടാണ്. ഇത് എങ്ങനെയായിരുന്നു ഒരു സംഭവം? അത് ഇന്നലെ വൈകുന്നേരം 5 മണിക്കും 5:10 ഇടയിലാണ് സംഭവം നടന്നത്. അവരുടെ ഫാമിലി ഇഷ്യൂ ആയിരുന്നു. അത് പറഞ്ഞു തീർപ്പോളം നോക്കിയിട്ട് നടന്നില്ല. 2 ദിവസം മുമ്പായിരുന്നു. അത് കഴിഞ്ഞ ശേഷം അവർ 3 പേര് സ്കൂട്ടിയിൽ വന്ന് സ്കൂട്ടി മറ്റൊരു സ്ഥലത്ത് വെച്ചതിന് ശേഷം ഇവിടെ വന്ന് വാക്ക് തർക്കമായി. അതിനുശേഷമാണ് സംഭവം ഉണ്ടായത്. ഇത് മരണപ്പെട്ടത് ഈ സ്ത്രീയുടെ സഹോദരനാണ്. സ്ത്രീക്കും വെട്ടയിട്ടുണ്ട്. ഒരു 12 സ്റ്റിച്ചുണ്ട് തലയ്ക്ക്. ഇപ്പോൾ ഭേദമാണ്. വീട്ടിൽ വന്നിട്ടുണ്ട്. ഹോസ്റ്റലിൽ നിന്ന് ഡിസ്ചാർജായി വന്നിട്ടുണ്ട്. ഇതാണ് സംഭവം. ഇവരുടെ ഫാമിലി പ്രശ്നമാണ്. ഇവർ തമ്മിൽ വീട്ടിൽ നേരത്തെ പ്രശ്നം ഉണ്ടായിരുന്നു? നേരത്തെ വിഷയം ഉണ്ടായിരുന്നു. മക്കളൊക്കെ? കുട്ടികളൊന്നുമില്ല. അവരുടെ 2ാം വിവാഹമാണ് സ്ത്രീയുടെ. അതിൽ ആദ്യ വിവാഹത്തിന് കുട്ടികളൊന്നുമില്ല, 2 വിവാഹത്തിന് കുട്ടികളൊന്നുമില്ല. അവർ 2ആണ്. പിന്നെ അവരുടെ കുടുംബ വീട്ടിലാണ് താമസം. ഒരു 3 പേര് താമസം ഉണ്ടായിരുന്നു. 2 സഹോദരന്മാരും ഈ ഒരു സഹോദരിയും. വീട്ടിലവർ 3 പേരും ഈ സഹോദരൻ ഒരാളും ഈ പ്രതിയുടെ വൈഫും മാത്രമേ ഉള്ളായിരുന്നു ആ സമയം. മൂത്ത സഹോദരൻ ഉണ്ടായിരുന്നതും നമ്മൾ പാല് മേടിക്കാൻ പോയി. പാല് വാങ്ങിക്കൊണ്ട് വരുന്ന വഴിയിൽ ഇവർ തമ്മിൽ കാണുകയും ചെയ്തു. ആ സമയത്താണ് ഇവർ സംഭവം ചെയ്തിട്ട് തിരിച്ചു പോകുന്നത്. ഈ വെട്ടിയത് സുനിൽ ദത്ത് എന്ന് പറഞ്ഞ ആളാണല്ലേ? അല്ല, വെട്ടിയത് ഈ സ്ത്രീയുടെ ഭർത്താവ് ഷാനി എന്നാണ്. ഷാനി. വെട്ടുകൊണ്ടത് സുനിൽ ദത്ത്. സന്തോഷ് എന്ന സുനിൽ ദത്ത്. പുള്ളിയാണ് മരണപ്പെട്ടത്. ഷാനി ഒറ്റയ്ക്കാണോ വന്നത്? വേറെ ഷാനിയുടെ കൂടെ വേറെ 2 പേരുണ്ടായിരുന്നു. അതിൽ ഒരു പ്രതിയെ പിടിച്ചിട്ടുണ്ട്. അവർ കരുതി കൂട്ടി. പുള്ളിയുടെ പേര് മനു എന്നാണ്. മനുവാണ് ഇപ്പോൾ കസ്റ്റഡിയിലുള്ളത്. മറ്റു 2 പേരൂടെ ഉണ്ട്. മരിച്ച ആളുടെ മൂത്ത സഹോദരൻ. ഇത് എന്ത് പറ്റിയെന്ന് അറിയാമോ ചേട്ടന്? പറ്റിയത് ഞാൻ നെടുമങ്ങാടായിരുന്നു. പിന്നെ എനിക്ക് ക്ലിയറായിട്ട് അറിഞ്ഞുകൂടാ. എന്നാലും അവർ 3 പേര് കൂടി അളിയനും 2 പേര് കൂട്ടരും കൊണ്ടുവന്ന് വെട്ടിയതാണ്. ഇവർ തമ്മിൽ നേരത്തെ വഴക്കുണ്ടോ? നേരത്തെ വഴക്കുണ്ട്. സ്വത്ത് സംബന്ധിച്ചുള്ള വഴക്കാണ്.
അവന് ബാക്കിയുള്ള സഹോദരങ്ങളും ഒന്നും താമസിക്കുന്ന ഇഷ്ടമില്ല എന്നുള്ളതാണ്. അളിയൻ കൂടെ ഇവിടെ വരാറുണ്ട്, ഭീഷണിപ്പെടുത്താറുണ്ട്. സഹോദരിയും എൻ്റെ സഹോദരനെ ഭീഷണിപ്പെടുത്താറുണ്ട്. എന്നെയും ചില സമയത്തിനൊക്കെ പരീക്ഷമായി നോക്കാറുണ്ട്. ആ പെണ്ണുമായിട്ടുള്ളൊരു ബന്ധം ഉണ്ടായിരുന്നു. അത് രണ്ടാം വിവാഹമാണ്. ആ രണ്ടാം വിവാഹത്തിലെന്ന് പറഞ്ഞാൽ ഇതിന് വന്നതിൽ ഇവൻ്റെ ആദ്യ വിവാഹം എന്നറിയില്ല. ചെറിയ എന്തോ ഒരു പ്രശ്നങ്ങൾ ഇവർ വണ്ടി എടുത്ത കാര്യത്തിലൊക്കെ ഉണ്ട്. വണ്ടി എടുക്കുകയും ഇവർ അത് ചെയ്ത് 5 മണി ശേഷമാണ് ഇത് നടന്നിരിക്കുന്നത്. പക്ഷേ ഇവർ എവിടെയൊക്കെയാണ് പാസ് ചെയ്ത് പോയതെന്ന് അറിയില്ല. മനഃപൂർവ്വം കൊലപ്പെടുത്താനായിരിക്കണം തീർച്ചയായിട്ടും. അല്ലാതെ ഇങ്ങനെ ഒരു സംഭവം വരില്ലല്ലോ. മനഃപൂർവ്വം കൊലപ്പെടുത്താനായിരിക്കണം. അങ്ങനെ ഉണ്ടാവുന്ന അത് തന്നെയാണ്, മനഃപൂർവ്വമായിരിക്കും. മനഃപൂർവ്വം അങ്ങനെ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവില്ല. കാരണം പുറത്തു നിന്നാണ് വന്നേക്കുന്നത്, ട്രിവാൻഡ്രത്തു നിന്നാണ് വന്നേക്കുന്നത്, ഇവിടുത്തെ ആൾക്കാരുമല്ല. അങ്ങനെ വന്ന ഒരു ടീം വന്നിട്ട് ഇങ്ങനെ ഇവിടെ വന്ന് ഇങ്ങനെ ചെയ്തിട്ട് പോകുന്നു. ഇത്രയും ഇതുള്ള സൗകര്യം ഉള്ള സ്ഥലത്തും ഇത്രയും ആളുകളുള്ള സ്ഥലത്തും ഇങ്ങനെ ഒരു വന്ന് ചെയ്തിട്ട് പോകുന്നു. എൻ്റെ വീട്ടിൽ നാളെ ഇത് സംഭവിക്കാം. അത് ഇനി മേലിൽ ആവർത്തിക്കാതിരിക്കാൻ നോക്കാൻ ശ്രമിക്കുക, അത് സഹകരിക്കുക, അതാണ് വേണ്ടത്. ആ കുട്ടി എന്ന് പറഞ്ഞാൽ മറ്റുള്ള രീതിക്കുള്ള ഇതായിട്ട് ഞാൻ നോക്കിയിട്ടില്ല. ഈ എൻ്റെ ചേവാറിനായിട്ട് വരുന്ന കുട്ടിയാണ്, അവൻ്റെ കുടുംബക്കാരനാണ്. ഉത്സവമൊക്കെ കഴിഞ്ഞ് എല്ലാവരും ഉറങ്ങുന്ന സമയത്താണ് വന്ന് വെട്ടിയിരിക്കുന്നത്. അത് പുറത്തുനിന്നുള്ള ടീമാണ്. ആളിനെ പിടിക്കണം, പിടിച്ച് കാണിക്കണം, കൊണ്ടുവരണം, ഇതെല്ലാം ചെയ്യണം. നേരത്തെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. പ്രശ്നങ്ങൾ ഉണ്ടായിരുന്ന അവർ കുടുംബ പ്രശ്നങ്ങളുണ്ടായിരുന്നു. കുടുംബ പ്രശ്നങ്ങളുണ്ട്. എന്തോ ഒരു ഇത്. അതുമല്ല, ഈ കുട്ടി മൊബൈലിൽ മാത്രമേ യൂസ് ജോലി ചെയ്യാൻ വയ്യാത്തൊരു കുട്ടിയാണ്. ഈ മരിച്ച കുട്ടിയല്ല, വെട്ടിയ കുട്ടി. ഈ വെട്ടുകൊണ്ട കുട്ടി എന്ന് പറഞ്ഞാൽ അവിടെ കിടക്കുകയാണ്. വെട്ടി കിടക്കുന്നത് ആ പെൺകുട്ടിയാണ്. പക്ഷേ ഇവൻ ആക്രമിക്കാൻ ചെന്നുകൊണ്ട് അത് സ്വാഭാവികമായിട്ടൊരു വീട്ടിൽ ആരെങ്കിലും ഒരു ഗുണ്ടാക്കൾ വന്ന് കയറി വെട്ടുമ്പോഴത്തേക്ക് എന്താണ് ആ പ്രതികരിക്കുക. എൻ്റെ വീട്ടിൽ വന്നാലും ഞാൻ പ്രതികരിക്കും, പെട്ടെന്ന് പ്രതികരിച്ച് പോവും. അത് ഓട്ടോമാറ്റിക്കുള്ളൊരു കാര്യമാണ്. കാരണം എന്ന് വെച്ചാൽ എൻ്റെ വീട്ടിൽ വന്ന് ആരെങ്കിലും അതിക്രമിച്ച് കയറി കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ വീടിൻ്റെ ഒരു സ്വാതന്ത്ര്യമുണ്ട്. ഇവിടെ മുനിസിപ്പാലിറ്റിയാണ് കഴിയുന്നത്, മുനിസിപ്പാലിറ്റി ഏരിയയാണ്, ഇത്രയും വീട് തെങ്ങി നിൽക്കുകയാണ്. അപ്പോൾ എൻ്റെ വീട്ടിൽ വന്ന് അതിക്രമിച്ച് കയറിയാൽ ഇവൻ പ്രതികരിച്ച് കാണാൻ സാധ്യതയുണ്ട്. ഈ മരിച്ച കുട്ടി തീർച്ചയായിട്ടും. അപ്പോൾ പ്രതികരണം ഉണ്ടായി കാണാം. അതുകൊണ്ടായിരിക്കും ഇത്രയും പ്രശ്നങ്ങൾ നടക്കുന്നത്. ഉണ്ടായതും അവിടെ അടിച്ചടിച്ചതും മറ്റുള്ള കാര്യങ്ങളും അത് തന്നെയായിരിക്കും മെയിനായിട്ടുള്ളത്.